ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഡിവിഷണൽ അക്കൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടൻസിയാണ് പഠിച്ചത്. അപ്പോൾ ഇത്തവണ നമുക്ക് മാത്സ് പഠിക്കാം. മാത്സിൽ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, വർക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് പഠിക്കാം. ഇത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ ഫോർമുലാസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം, മെയിൻ ഫോർമുലാസ്. എന്നിട്ട് ഇതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിൻ്റെ സമ്മറി നമുക്ക് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് സ്പീഡിൻ്റെ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. ടൈമിൻ്റെ ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസിൻ്റെ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ യൂണിറ്റ് നമുക്ക് കിലോമീറ്റർ പെർ ഹവർ ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും ഈക്വൽ യൂണിറ്റിലൂടെ ആക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസിൻ്റെ കിലോമീറ്റർ പെർ, പിന്നെ മീറ്റർ ഉണ്ട്, ടൈമിൻ്റെ ഹവേഴ്സും സെക്കൻഡ് ഉണ്ട്. പിന്നെ കൺവേർഷൻ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്ററാണ്, 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് 3600 സെക്കൻഡ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഇൻറ്റു ചെയ്താൽ മതി. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ ആക്കാൻ 18/5 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഇത് ഓർത്തില്ലെങ്കിൽ ഇത് 1000/3600 അങ്ങനെ ഓർത്താലും മതി. ഇതിൻ്റെ ഷോർട്ടാണ്, 1000/3600 ഷോർട്ടാണ് 5/18. നേരെ മറിച്ച് മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ നേരെ തിരിച്ചിട്ടാൽ മതി, 18/5. അടുത്തത് റിലേറ്റീവ് സ്പീഡ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഒബ്ജക്ട്സ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, 2 ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും. അത് രണ്ടിൻ്റെയും കൂടി സം ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. പിന്നെ 2 ഒബ്ജക്ട്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഈക്വൽ ഡിസ്റ്റൻസ് ആർ കവേർഡ് അറ്റ് 2 ഡിഫറെൻറ്റ് സ്പീഡ്, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2xy/x+y. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടെത്താൻ പറ്റും. അടുത്തത് ഒരു ട്രെയിൻസിൻ്റെ ബന്ധപ്പെട്ട് പ്രോബ്ലം ചോദിക്കാനുള്ളത്, ടൈം ടേക്കൺ ടു ക്രോസ് എ പോൾ ഓർ എ പേഴ്സൺ. ഇപ്പോൾ ഒരു പേഴ്സണെ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ലെങ്ത് ഓഫ് ദി ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ദി ട്രെയിൻ. പിന്നെ ഇപ്പോൾ ഒരു ടൈം ടേക്കൺ ഫോർ ക്രോസ് എ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോമാണ് ക്രോസ് ചെയ്യാനാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അനദർ ട്രെയിൻ ബൈ സ്പീഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് ബോട്ടിൻ്റെയാണ്. ബോട്ട് അപ്പ് സ്ട്രീമും ഉണ്ട്, ഡൗൺ സ്ട്രീമും ഉണ്ട്. നമുക്കറിയാം ബോട്ട് ഒഴുക്കിനെതിരെ നീന്താൻ നേരത്ത് ഒഴുക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ബോട്ടിൻ്റെ സ്പീഡ് കുറയും, അതാണ് അപ്പ് സ്ട്രീം സ്പീഡ്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീം സ്പീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡ് കിട്ടും. എന്ന് വെച്ചാൽ ഒഴുക്കിനെതിരെ ബോട്ട് പോകാൻ നേരത്ത് ആ ഫ്ലോ കുറയും, അത് നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. പിന്നെ ഡൗൺ സ്ട്രീം സ്പീഡ്, നമുക്ക് ഒഴുക്കിൻ്റെ ഒപ്പം ബോട്ട് പോകാൻ നേരത്ത് ആ ഒഴുക്കിൻ്റെ സ്പീഡും കൂടി ബോട്ടിന് കിട്ടും. അപ്പോൾ അതാണ് ബോട്ട് സ്പീഡ് പ്ലസ് സ്ട്രീം സ്പീഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും. ആ ഒരു കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴുക്കില്ലാത്ത സമയത്ത് ബോട്ട് മൂവ് ചെയ്യണ സംഭവം. അപ്പ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ, ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒഴുക്കിൻ്റെ ഒപ്പം. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ജസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണെങ്കിൽ ഫൈൻഡിങ് ദ ബോട്ട് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡ് ബൈ 2. സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടെത്താൻ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്പ് സ്ട്രീം സ്പീഡ് ബൈ 2. പിന്നെ ടൈം ടേക്കൺ ഫോർ റൗണ്ട് ട്രിപ്പിൻ്റെ ടൈം ടേക്കൺ എന്ന് വെച്ചാൽ 2 ചെയ്താൽ മതി. മോളിലാണ് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ബൈ അപ്പ് സ്ട്രീം സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ്. അത് സിമ്പിളായിട്ട് കണ്ടെത്താം. പിന്നെ അടുത്തതാണ് ടൈം ആൻഡ് വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു റേറ്റ് ഓഫ് വർക്ക് ഇൻറ്റു ടൈം. അതാണ് വർക്ക് ഡൺ കണ്ടെത്തുന്നത്. പിന്നെ റേറ്റ് ഓഫ് വർക്ക് കണ്ടെത്തുന്നത് 1/ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക്. പിന്നെ ഇഫ് എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ X days, ബി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ Y days, ദെൻ ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം എ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, ബി 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ x × y/x + y ചെയ്താൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും, ആൻസർ കിട്ടും.
പിന്നെ എഫിഷ്യൻസി റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഈസ് m/n, ദെൻ ടൈം റേഷ്യോ വിൽ ബി n/m. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. കാരണം ഇപ്പോൾ എഫിഷ്യൻസി ഇപ്പോൾ എ പറയാൻ 2/3 എഫിഷ്യൻ്റാണ് എ പറയുകയാണെങ്കിൽ എ ബീനേക്കാളും 2/3 എഫിഷ്യൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n/m. ബി എടുക്കുന്നതിനേക്കാളും കുറവ് ടൈമേ എ എടുക്കുകയുള്ളൂ, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. ആ ഒരു ഇക്വേഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നിട്ടുള്ളത്. അടുത്തതാണ് വേജസിൻ്റെ. വേജസ് ആർ ഡിവൈഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. ഇഫ് എ ആൻഡ് ബി ടുഗദർ കൻ കംപ്ലീറ്റ് എ ടാസ്ക് ആൻഡ് ഏൺ വേജ്, ദെൻ എ ഷെയർ. അപ്പോൾ എ ഷെയർ ബൈ ടോട്ടൽ വർക്ക് ഇൻറ്റു വേജ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. പിന്നെ എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ടൈം ടേക്കൺ. ഇഫ് എ ഈസ് ടോയ്സ് ആസ് എഫിഷ്യൻറ്റ് ബി, ദെൻ എ വിൽ ടേക്ക് ഹാഫ് ദ ടൈം ബി ടേക്സ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക്. അപ്പോൾ എ ബീനേക്കാളും 2 മടങ്ങ് എഫിഷ്യൻ്റ് ആണെങ്കിൽ ബി എത്ര മണിക്കൂർ എടുക്കുന്നു അതിൻ്റെ പകുതി മാത്രമേ എ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എ കാർ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി കവർ ഇൻ 50 minutes? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ km/h 50 minutes ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ km/h ചെയ്യാൻ നേരത്ത് ഇതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ചോദിച്ചേക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ സ്പീഡ് 60 ആണ്, ടൈം 15 ആണ്. അപ്പോൾ 15 മിനിറ്റിനെ നമുക്ക് കിലോമീറ്ററിലോട്ട് ആക്കണം. അപ്പോൾ 15/60 = 15 km/h ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. എ ട്രെയിൻ 150 meter ലോങ് പാസസ് എ പോൾ ഇൻ 10 seconds. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? അപ്പോൾ നമ്മളിത് കണ്ടായിരുന്നു. ഒരു ട്രെയിൻ പോൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ദി ട്രെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ 150 ആണ്, സ്പീഡ് 10 seconds. അപ്പോൾ 150/10 15 meter/second. അപ്പോൾ ഇത് രണ്ടും സെയിം ഇതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയത്. യൂണിറ്റ് വേറെ ആയിരുന്നെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ടി വന്നതാണ്. If 2 trains are moving in opposite direction at 60 km and 40 km, what is the relative speed? അപ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡിൻ്റെ ഇക്വേഷൻ കണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം ഓഫ് ദിയർ സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ദിയർ സ്പീഡ് 60 + 40 അപ്പോൾ 100. പിന്നെ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. ഹൗ മച്ച് വിൽ ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ടുഗദർ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആ ഇക്വേഷൻ ഓർത്ത് തന്നാൽ മതി. x × y / x + y. അപ്പോൾ 10 × 15/10 + 15. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ആൻഡ് ഇഫ് 5 workers can complete a work in 12 days, how many days will 6 workers take to complete the same work? അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടെത്തണം. 12 days 5 workers, അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 60 വർക്കിംഗ് ഡേയ്സ് കിട്ടി. അത് ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി. അപ്പോൾ 6 വർക്കേഴ്സ് ഉള്ളപ്പോൾ എത്ര കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ആ ഒരു ഇത് നോക്കിയാൽ മതി. ഈ സംഭവമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എ ഈസ് ടോയ്സ് എഫിഷ്യൻ്റ് ആസ് ബി, ബി ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 20 days. ഹൗ ലോങ് എ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? അപ്പോൾ എ ഡബിൾ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബൈ 2 ചെയ്താൽ മതി. ഹാഫ് ടൈമേ എ എടുക്കുള്ളൂ. അപ്പോൾ 10 days. എ കാർ ഇൻക്രീസസ് ഇസ് സ്പീഡ് ഫ്രം 60 km to 90 km in 5 seconds. വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അപ്പോൾ ഇവിടെ നോക്കണം, 60 km നിന്ന് 90 km സ്പീഡിൽ 5 സെക്കൻഡിൽ സ്പീഡ് കൂട്ടി. അപ്പോൾ അതിൻ്റെ ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ km/h ആണ്. അപ്പോൾ ഇതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടായിരുന്നു 5/18. അപ്പോൾ 60 km 60 × 1000/300 5/18 ചെയ്താലും ആൻസർ വരും 16.67. പിന്നെ 90 km ചെയ്യാൻ നേരത്ത് 25 meter/second. അപ്പോൾ ആക്സലറേഷൻ കണ്ടെത്താൻ ഫൈനൽ സ്പീഡ് മൈനസ് ഇനിഷ്യൽ സ്പീഡ് ബൈ ടൈം. പിന്നെ എ ട്രെയിൻ 200 meter ലോങ് ഈസ് മൂവിങ് അറ്റ് 72 km/h. ഹൗ ലോങ് ഇറ്റ് ടേക്ക് എ ക്രോസ് എ പോൾ? അപ്പോൾ ക്രോസ് എ പോൾ ചെയ്യാൻ നേരത്ത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ 200 മീറ്ററും ഇവിടെ 72 km. അപ്പോൾ ഈ കിലോമീറ്റർ നമ്മൾ മീറ്ററിലോട്ട് ആക്കണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 72 നമ്മൾ നേരത്തെ കണ്ടത് 5/18 ചെയ്താൽ മതി. അപ്പോൾ 20 meter/second. അപ്പോൾ 200/20 10 seconds.
പിന്നെ 2 trains are moving in opposite direction at a speed of 50 km and 70 km. If the length of the train is 150 meter, how long will they take to cross each other? നമ്മൾ നേരത്തെ കണ്ടു ക്രോസ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ 2 ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ടൈം ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ റിലേറ്റീവ് സ്പീഡാണ് കണ്ടെത്തേണ്ടത്. 2 സ്പീഡുണ്ട്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 120 ആണ്, 120 km/h ആണ്. അപ്പോൾ km/h നമ്മൾ m/s ആക്കണം. അതിനെ 5/18 ചെയ്താൽ മതി. അപ്പോൾ 33 മീറ്റർ കിട്ടും. ലെങ്ത് 150 + 150 300/ടൈം. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ഇക്വേഷനാണ്. ഇത് തന്നെ ടൈം ടേക്കൺ ടു ക്രോസ് ദ പ്ലാറ്റ്ഫോം, ലെങ്ത് പ്ലസ് ലെങ്ത് ബൈ സ്പീഡ് ഓഫ് ദി ട്രെയിൻ. പിന്നെ ഇത് എ ബോട്ട് ഗോ 60 km ഡൗൺ സ്ട്രീം ഇൻ 4 hours. ഇഫ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ഈസ് 3 km, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? അപ്പോൾ ഇത് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ബോട്ട് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടെത്താൻ 60/4. അപ്പോൾ 1 കിലോമീറ്ററിൽ 15 km/h മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഡൗൺ സ്ട്രീമിൽ സ്ട്രീമിൻ്റെ സ്പീഡും കൂടി പ്ലസ് ചെയ്യും. അപ്പോൾ സ്റ്റിൽ വാട്ടർ കണ്ടെത്താൻ വേണ്ടി ഇത് മൈനസ് ചെയ്താൽ മതി. 15 - 3 ചെയ്താൽ 12 km/h കിട്ടും. പിന്നെ A and B together can finish a work in 12 days. A alone can do it in 20 days. How many days B can do it? അപ്പോൾ ഇത് കണ്ടെത്താൻ നേരത്ത് ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെ ഓർത്തിരുന്നാൽ മതി. രണ്ടുപേർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ 1/12 ചെയ്യണം. പെർ ഡേ വർക്ക് കണ്ടെത്താൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടി. ഇപ്പോൾ A മാത്രമാണെങ്കിൽ 1/20. അപ്പോൾ ഈ 1/12 നിന്ന് 1/20 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 30 days ആണ് ബിയുടെ ആയിട്ട് കിട്ടുന്നത്. ഇത് സോർട്ട് ഔട്ട് ചെയ്താൽ ആൻസർ കിട്ടും. A boat can move at 10 km/h in still water. The stream speed is 3 km. Find the upstream and downstream. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിൽ വാട്ടറിൽ 10 km സ്പീഡിൽ ബോട്ട് മൂവ് ചെയ്യും. അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് 3 km. അപ്പോൾ വെള്ളത്തിനെതിരെ പോകാൻ വേണ്ടി അപ്പ് സ്ട്രീം, അപ്പോൾ ഇത് മൈനസ് ചെയ്യണം. ഡൗൺ സ്ട്രീം ആകുമ്പോൾ പ്ലസ് ചെയ്യണം. A boat goes 30 km downstream in 3 hours and the same distance upstream in 5 hours. Find the boat speed in still water and stream speed. ഇത് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടിൻ്റെ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കണ്ടെത്തുക. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടെത്താൻ 30/3, അപ്പോൾ 10 km. അപ്സ്ട്രീം സ്പീഡ് കണ്ടെത്താൻ 30/5, 6 km. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടെത്താൻ വേണ്ടി പ്ലസ് ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടായിരുന്നു, ജസ്റ്റ് ഓർത്തിരുന്നാലും മതി. ഇത് ബോട്ട് സ്പീഡ് കണ്ടെത്താൻ വേണ്ടി D+U/2. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കൂടി കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. മറ്റേ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടെത്താൻ വേണ്ടി ഇതിൻ്റെ ഡിഫറൻസിൻ്റെ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. ഞാനിപ്പോൾ ബേസിക് ഒരു മോഡൽ ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഇക്വേഷൻസാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പം മാക്സിമം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് പല മെത്തേഡ്സിൽ ചെയ്യാനുള്ള ഒരു സ്പീഡ് കിട്ടും. അപ്പോൾ താങ്ക് യു.